പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ഐക്യനാട് പഞ്ചായത്തിലെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനെ പറ്റി പറയാം. ഇന്ദ്രാഞ്ചിറ പേരേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും ആരും എത്തി നോക്കാറില്ല. ഐക്യനാട് പഞ്ചായത്ത് ടൂറിസം വകുപ്പുമായി സഹകരിച്ച് കോടികൾ മുടക്കി പല നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിരുന്നു. എന്നാൽ പരിപാലിക്കാൻ ആളില്ലാതെ അവയൊക്കെ നശിച്ചുപോയി. സിന്തൈറ്റ് കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് തുടർ ടൂറിസം പ്രവർത്തനങ്ങൾ നടത്തുന്നതാണെന്ന് സൂചിപ്പിക്കുന്ന ബോർഡൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. വർഷങ്ങളായി ഇന്ദ്രാഞ്ചിറയോട് ചേർന്ന് ഒരു വെള്ളക്കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ചിറയിലെ വെള്ളമൂറ്റി കുപ്പികളിലും ചാറുകളിലുമാക്കി വിൽപ്പന നടത്തുന്ന അവരും ചിറയെ സംരക്ഷിക്കാനായി ഒന്നും ചെയ്യുന്നില്ല. കുറച്ചുനാൾ മുമ്പ് അവിടുത്തെ നാട്ടുകാർ ചേർന്ന് ചിറയിലെ പായലും ചെളിയുമൊക്കെ നീക്കി ചിറ നല്ല വെടുപ്പാക്കി മാറ്റി. ആ ചേട്ടന്മാരുടെ സേവനം വീണ്ടും അവിടെ ആവശ്യമാണെന്ന് തോന്നുന്നു. വെള്ളവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര റൈഡുകൾ, എന്തെല്ലാം ഗെയിമുകൾ ഒക്കെ അവിടെ കൊണ്ടുവരാം. ഇന്ദ്രാഞ്ചിറയെ അക്വാ ബേസ്ഡ് നോളജ് ഹബ്ബാക്കി മാറ്റുവാനും സാധിക്കും. വെയിൽ ചായുമ്പോൾ സായന്തന സവാരിക്ക് പറ്റിയ പരിസരമുണ്ട് ഇന്ദ്രാഞ്ചിറയ്ക്ക്. കാറ്റേറ്റിരിക്കുവാനുള്ള ചാരുബെഞ്ചുകളും വാച്ച് ടവറുകളും അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. തിരക്കൊഴിഞ്ഞ് സമാധാനമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നാട്ടുകാർക്ക് വെള്ളം കുടിക്കുവാനുള്ള ഒരു പമ്പ് ഹൗസ് സർക്കാർ ഉടമസ്ഥതയിൽ സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ദ്രാഞ്ചിറയുടെ വികസന സാധ്യതകൾ നിരവധിയാണ്. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ളൊരു ശ്രമവും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുന്നുമില്ല. ഐക്യനാടിലിപ്പോൾ ജനകീയ ഭരണമല്ല, T20 ആണ്. അവർക്ക് ഇന്ദ്രാഞ്ചിറ നന്നായാലെന്ത്, നന്നായില്ലെങ്കിലെന്ത്. ഐക്യനാട് പഞ്ചായത്തിന് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഇല്ലെന്ന് തന്നെ പറയാം. ഉള്ള സൗകര്യത്തെ പരിപാലിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തണം. ഇന്ദ്രാഞ്ചിറയുടെ വികസനം കായലുണ്ട് മായിലില്ല എന്നൊക്കെ പറയുന്ന സംശയപൂരണം പോലെയും വെള്ളത്തിൽ വരയ്ക്കുന്ന ജലരേഖ പോലെയുമാണ്. വികസനമൊന്നും കാണാനില്ല. കാണാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന, ഉല്ലസിക്കാൻ പറ്റുന്ന വികസനങ്ങൾ എന്നവിടെ ഉണ്ടാകും പോലും. ഇനി മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.